ആ വിശ്വാസം സത്യസന്ധമായിരിക്കണം. സത്യസന്ധമായ ആൾക്കാർക്ക് മാത്രമേ ഉടമ്പടി എടുക്കാൻ പറ്റത്തുള്ളൂ. ചില ആൾക്കാരിങ്ങനെ ഫ്രോഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും. അവരിങ്ങനെ ദൈവത്തെ ടെസ്റ്റ് ചെയ്ത് നോക്കും. അവർ ചുമ്മാ ടെസ്റ്റ് ചെയ്ത് അവർ തന്നെ വീണ്ടും അവതാളത്തിലാക്കിയുള്ളൂ. മറിച്ച് ചില ആൾക്കാർ തങ്ങളുടെ സത്യസന്ധതയോട് തന്നെ ഉടമ്പടിയിൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അവരുടെ വിശ്വാസം സത്യമാണെന്ന് കണ്ടാൽ ദൈവം അവരെ സഹായിക്കും. അതുകൊണ്ട് ഒരിപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജപ്തി നടപടിയായാലും അല്ലെങ്കിൽ മകൻ്റെ വിസ പുതുക്കി കിട്ടാത്ത വിഷയമായാലും, നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് നിങ്ങൾ തോറ്റുപോയ വിസ ഇൻ്റർവ്യൂ തോറ്റുപോയ വിഷയമായാലും നിങ്ങൾ മനസ്സ് മടിക്കരുത്. നിങ്ങൾക്ക് എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണിത്. എന്തെങ്കിലും ഒരു ഈടറിവ് വന്നാൽ ഉടനെ മനസ്സ് മടുത്തിട്ട്, മനസ്സ് മടുക്കുമ്പോൾ എന്ത് പറ്റും? പ്രാർത്ഥന നിങ്ങളെ കുറക്കും. പിന്നെ എന്ത് ചെയ്യും? പ്രാർത്ഥനയോടുകൂടി നമ്മൾ ചെയ്യുന്ന ഉപവിപ്രവർത്തനങ്ങളെ കുറക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം കുറക്കും. അപ്പോൾ ഇത് ഇങ്ങനെ അത് ഓട്ടോമാറ്റിക്കായിട്ട് കുറയണതാണ്. എന്തെങ്കിലും ഒരു പരാജയം തട്ട് കിട്ടിക്കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കുറയുക. പക്ഷേ നമ്മൾ തട്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ജാഗ്രതയുള്ളവരാകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പ്രേക്ഷിത പ്രവർത്തനം കുറക്കുകയോ, അത് ഈ ഒരു പ്രത്യേകിച്ച് പരാജയ കാലഘട്ടങ്ങളിലേ ഒരിക്കലും നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം കുറക്കരുത്. പരാജയ കാലഘട്ടങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ദൈവത്തോടുള്ള ഉപവിപ്രവർത്തനങ്ങൾ കുറക്കരുത്. അങ്ങനെ കുറക്കാതെ വരുമ്പോൾ ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ സത്യവിശ്വാസമായിട്ടെടുക്കും. കാര്യം അല്ലെങ്കിൽ നമുക്ക് വേറെ തിരിച്ചു പറയാനാണെങ്കിൽ, ഈ നിങ്ങളുടെ വിശ്വാസം സത്യവിശ്വാസമാണെന്നറിയണത് പരാജയ കാലഘട്ടങ്ങളാണ്, വിജയ കാലഘട്ടങ്ങളല്ല. ഇനി നിർഭാഗ്യവശാൽ 50% മനുഷ്യരും പരാജയ കാലഘട്ടത്തിൽ എടുക്കുന്ന തീരുമാനം കാരണം വീണ്ടും പരാജയപ്പെട്ടു പോണത് കാണാം. അവിടെയാണ് ബുദ്ധി വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം. ദൈവമായിട്ട് ഡീല് ചെയ്യുന്നതിന് നമുക്ക് സ്നേഹം മാത്രം പോരാ, ബുദ്ധി കൂടി വേണം. ദൈവമായിട്ട് ഡീല് ചെയ്യുന്നതിനെല്ലാം ഒരു ബുദ്ധി വേണം. അപ്പോൾ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈശോ പറഞ്ഞിട്ടുണ്ട്, ഗോപുരം പണിയാൻ പോകുമ്പോൾ ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷേ ഒക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതുപോലെയാണ് ദൈവമായിട്ടൊരു ഡീലും അങ്ങനെയാണ്. ആൾക്കാർ ദൈവമായിട്ടൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങും, അല്ലെങ്കിൽ ദൈവമായിട്ട് വിശുദ്ധിയോടെ ജീവിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ദൈവമായിട്ട് സാക്ഷ്യപ്പെട്ട ജീവിതം തുടങ്ങും. പക്ഷെ ഇവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഫോഷനായ മനുഷ്യനെന്നാണ് വിളിക്കുന്നത്. ഉടമ്പടി തന്നെ എടുത്തിട്ട് നിങ്ങൾക്കത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം അത് കാറ്റഗറൈസ് ചെയ്യണത് നിങ്ങളെ ഫോഷനായ മനുഷ്യനാണ്. അപ്പം നിങ്ങളെ പുതുക്കുമ്പോഴും ഈ നിങ്ങളുടെ ആ ഗ്രേഡ് എപ്പോഴും നോക്കണം.